ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദോശയാണ് കാണിക്കുന്നത്. അധികം പേര് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദോശ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്തി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഉഴുന്നും ഇതുപോലെ തന്നെ കുതിർത്തി നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 4 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മൾ ഈ എടുത്ത അരിയുടെ ഉഴുന്നിൻ്റെ ഒക്കെ കുറച്ച് മുകളിലായിട്ട് അത്രമാത്രം ഓവറായിട്ട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു ലെവലിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരളവ് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പോളം വെള്ളം ഉണ്ടാവും. എന്നിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് ഒട്ടും തരിതരിപ്പില്ലാതെ അരച്ചെടുക്കുക. അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണമെന്നാണ് പറയുക, നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അധികം വീഡിയോയിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത്. രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് അപ്പം ചുട്ടെടുക്കാറുള്ളത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ദോശയ്ക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇതേ സെയിം ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദോശമാവ് റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെക്കുക. ഇത് കുറച്ച് വലുതാണ്. എന്നിട്ട് 2 തവി മാവ് ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദോശ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ പാനിന് എടുക്കുന്ന സമയത്ത് വെന്ത് വന്ന സമയത്ത് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മയോണീസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മയോണീസ് നല്ല കട്ടിയുള്ള മയോണീസ് അല്ല, കട്ടിയാകാൻ പോകുന്നതിൻ്റെ മുന്നിലുള്ള ആ ഒരു പരുവത്തിലുള്ള മയോണീസ്. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഡ്രോപ്പായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. മയോണീസ് ഒഴിച്ചതിന് ശേഷം ദോശ അധികം അങ്ങ് കുക്ക് ചെയ്യരുത്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്